അങ്ങ് ദൂരെ കാണുന്നത് തിരുപ്പതി ഗോൾഡൻ ടെമ്പിൾ ആണ്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനാണ് മുന്നിൽ കാണുന്നത്. നമ്മളങ്ങനെ നടന്ന് ഇവിടം വരെ എത്തി. ഭയങ്കര തിരക്കാരാവുന്ന തന്നെ. സ്റ്റേഷൻ്റെ അകത്തേക്കൊന്നും കയറി പറ്റണമല്ലോ. സമയം രാവിലെ 6 മണി ആയിട്ടില്ല. അയ്യോ, എന്തൊരു തിരക്കാണ് ഇവിടെയൊക്കെ. വണ്ടികൾ ഹോൺ അടിച്ച് നമ്മുടെ ചെവി പൊട്ടിക്കും. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനാണ്. 24 hours ഇവിടെ തിരക്കാണ്. ഈ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിൻ. 6:25 തിരുപ്പതിയിൽ നിന്ന് പുറപ്പെടും. നമ്മൾ D1 കോച്ചിലാണ്. S3 ആയുള്ളൂ. തെലുങ്കിലാണല്ലോ എഴുതിയിരിക്കുന്നത്. 16204. ഇത് ചെന്നൈ തിരുപ്പതി പോകും, തിരുപ്പതി ചാമരാജനഗര പോകും, മൈസൂർ പോകും, ഷിമോഗ ടൗൺ, തലകുപ്പ, മൈസൂർ ജംഗ്ഷൻ. നടന്ന് ഞാൻ S11 വരെ ബാക്ക് വരെ എത്തി. ഇപ്പോൾ പറയുന്നു D1 ഫ്രണ്ടിലാണ്. കോച്ച് പൊസിഷൻ കണ്ടുപിടിക്കാൻ പെടുന്ന പാടേ. ഞാൻ ട്രെയിൻ മാനിൽ നോക്കിയിട്ട് ബാക്കിലാണെന്ന് കാണിച്ചത്. 6:29 ആയപ്പോൾ ട്രെയിൻ എടുത്തു. എന്താല്ലേ, കോച്ചിൻ്റെ നമ്പറൊന്നും പുറത്ത് എഴുതി വെച്ചിട്ടില്ല. ഈ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ചില അൺറിസേർവ്ഡ് ആൾക്കാരൊക്കെ ഈ കോച്ചിൽ കയറിയ ആൾക്കാരുമായിട്ടൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെയായിരുന്നു. ഒരു മര്യാദയില്ലാത്ത ഇന്ത്യൻ റെയിൽവേ. അപ്പുറത്തേക്കൂടെ തിരുപ്പതി നിസാമാബാദ് ട്രെയിൻ പോകുന്നു. ആകെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇഷ്ടംപോലെ ട്രെയിനുകളൊക്കെ വരുന്ന സ്ഥലമാണെങ്കിലും ഭയങ്കര കൺജസ്റ്റഡ് ആണത്. ഏതോ ഒരു സ്റ്റേഷൻ പണിത് തീരാറായിക്കൊണ്ടിരിക്കുന്നു. ഏത് സ്റ്റേഷനാണെന്നറിയില്ലല്ലോ, പേരൊന്നും എഴുതിയിട്ടില്ല. ഓ, ഇത് തിരുച്ചെന്നൂരാണ്. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ഇവിടെ റോഡുകളിലൊന്നും തിരക്ക് കാണുന്നില്ല. ഓ, തിരുപ്പതിയിലെ ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും സമീപം എന്തൊരു തിരക്കായിരുന്നു. ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് ഇതാണ് വണ്ടികളുടെ ഹോണടിയാണ്. ചെവിതല കേൾപ്പിക്കില്ല. നമ്മൾ റെനിഗുണ്ട ജംഗ്ഷനിലെത്തി. തിരുപ്പതി വരണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ റെനിഗുണ്ട ജംഗ്ഷനിലേക്കുള്ളൊരു ട്രെയിനിൽ വന്നാലും മതി. 10-12 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് റെനിഗുണ്ടയിൽ നിന്ന് തിരുപ്പതിയിലേക്ക്. നല്ല ചുവന്നു തുടുത്ത സൂര്യനാണല്ലോ ആകാശം. റെനിഗുണ്ട ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. റെനിഗുണ്ട ജംഗ്ഷൻ. തിരുപ്പതി ഹൂബ്ലി ട്രെയിൻ. അപ്പുറത്തേക്കൂടെ വന്ദേ ഭാരത് പോകുന്നുണ്ട്. ചെന്നൈ സെൻട്രൽ. ബാക്കി എന്താണാവോ. നമ്മുടെ ട്രെയിനിൻ്റെ എൻജിൻ അപ്പുറത്തേക്ക് മാറി. നമ്മൾ വന്ന വഴി തിരിച്ചു പോവുകയാണ്. അങ്ങനെ റെനിഗുണ്ട ജംഗ്ഷനും വിടാം. ഇവിടെ ട്രാക്കിലൊക്കെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അങ്ങ് ദൂരെ ഒരു മല കാണാം. ഏത് മലയാണോ, ഇതിപ്പോൾ ഏത് വഴിയാണ് പോണേന്ന് പോയൊരു നിശ്ചയമില്ല. ഇടയ്ക്ക് ഞാനൊന്ന് മയങ്ങിപ്പോയി. ഇതിൽ ജനറലുകാരും കയറിയിട്ടുണ്ട്. അതാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്.
അവിടെ ആ മലയുടെ മുകളിൽ വലിയൊരു റോക്ക് സ്ട്രക്ചർ കാണാം. അവിടെ പാറയൊക്കെ പൊട്ടിച്ച് അവിടെ മലയുടെ പകുതി ഇല്ല, ഗ്രാനൈറ്റ് മലയായിരിക്കും. പടയപ്പ സിനിമയിലെ പോലെ ഒരു മല മുഴുവൻ ഗ്രാനൈറ്റ്. ഒരു വലിയ ജലാശയം, ഒരു ലേക്കാണല്ലോ. അതിൻ്റെ നടുക്ക് ഇരിക്കാൻ ഭാഗത്ത് ഏറുമാടം പോലെ എന്തോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോഴും ആന്ധ്ര തന്നെയാണ്, നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടൊന്നുമില്ല. തൊട്ട് പുറകൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ പ്ലാറ്റ്ഫോം അപ്പർ സൈഡിലായിരുന്നു. ഏതോ കുട്ടി സ്റ്റേഷനാണ്. ആകെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം. അവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്, ആൾക്കാർ താമസിക്കുന്നതാണോ? ഒരുത്തൻ അവിടെ ചീറി പാഞ്ഞ് ബൈക്കിൽ പാല് പാത്രം വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് പിന്നെയും സീമൈ കരുവേലം, കരുവേലം എന്താണ് മറന്നു പോയല്ലോ. ആ മുള്ളു ചെടി അത്രയും മതി. ഇതൊരു റിവറാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നഗരി റിവർ. അവിടെ ഒരു വലിയ പാറ ഉരുണ്ട് ഇതവിടം വരെ വന്ന് നിൽക്കുന്നുണ്ട്. ബാക്കി ഉരുളാൻ പറ്റിയിട്ടില്ല, അവിടെ തങ്ങി നിൽക്കുകയാണ്. മുകളിൽ ഒരു എക്സ്കവേറ്റർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ. മാന്തി പൊളിക്കുകയാണല്ലോ. ഏതോ ഒരു ചെറിയ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നഗരി റിവർ ആ പേരിലാണ് ഇതിവിടെ സ്റ്റേഷന്. നഗരി അത് തന്നെ. ഈ സ്റ്റേഷന് പേരല്ലല്ലോ. പ്ലാറ്റ്ഫോം ഉണ്ടോ? അപ്പുറേ കൂടെ ഏതോ ഒരു ട്രെയിൻ ചീറി പാഞ്ഞ് പോകുന്നുണ്ട്. ഓവർബ്രിഡ്ജ് നഗരി. അവരൊരു കെട്ടിടം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നതല്ലേ? പണിയൊന്നും ആയിട്ടില്ലല്ലോ. വാർത്തൊക്കെ കഴിഞ്ഞു. നമ്മുടെ പണിക്കാരൊക്കെ ഉണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഓറഞ്ചിൻ്റെ മണം വരുന്നു. പക്ഷെ ഇന്നലെ 1/2 കിലോ ഓറഞ്ച് മേടിച്ച് എല്ലാം തല്ലിപ്പൊളി സാധനമായിരുന്നു.
ഇത് ഏതോ ഒരു സ്റ്റേഷനായിരുന്നല്ലോ. ഇവിടെ കുറേ അബാൻഡൻ ബിൽഡിങ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞത് തിരുത്തനി റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുതന്ത്ര മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്ലോട്ട് വിരിച്ചിട്ടേക്കാണ് വിൽക്കാൻ വേണ്ടി. കൊടിയൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ, അതെന്തിനാണാവോ. കുറച്ചും കൂടി പച്ചപ്പ് കാണാം. ഇപ്പോൾ കൃഷിയിടങ്ങളുണ്ട്, പിന്നെ ചുമ്മാ കാട് പിടിച്ച് കിടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. കൃഷിയിടത്തിൻ്റെ നടുക്ക് വീടുകൾ. കൃഷി ഉപജീവന മാർഗമായിട്ട് കഴിയുന്ന കുടുംബങ്ങളായിരിക്കണം. വലിയൊരു കർവ്. ട്രെയിൻ പയ്യെ പോകുന്നു. ഇതല്ലേ അരക്കോണം. അരക്കോണം റെയിൽവേ സ്റ്റേഷനിലെത്തി. വലിയ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ പല ലോക്കോയിലും കണ്ടിട്ടില്ലേ WAP4 അരക്കോണം എന്നൊക്കെ. ആ അരക്കോണമാണ് ഈ അരക്കോണം. ഇനി 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെന്നൈയിലെത്തും. എന്നിട്ട് വേണം വല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ. രാവിലെ ഒന്നും കഴിക്കാതെയാണ് ട്രെയിനിൽ കയറിയേക്കുന്നത്. അരക്കോണം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എടുത്തു. ഇപ്പോൾ സമയം 8:58. മെയിൻ പ്ലാറ്റ്ഫോമൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മളിപ്പോൾ കാണുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 4 ആണ്. ഇപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 5 ഉണ്ട്. ഒരുപാട് ഓവർ ബ്രിഡ്ജുകളുണ്ട്. ഇതുവഴി കയറി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ മെയിൻ റോഡ് കാണാം. അറ്റൻഷൻ പ്ലീസ്. ദൂരം സ്ഥലമല്ലേ വെറുതെ കിടക്കണേ. എന്ത് നല്ല ഗ്രീനറി. നമ്മുടെ നാട്ടിലിത് കാണാൻ കിട്ടുമോ ഇതുപോലെയൊക്കെ? ഇവിടത്തേക്കാളും വെള്ളമുണ്ട്, ഇവിടത്തേക്കാളും കൃഷിക്ക് പറ്റിയ സാഹചര്യമുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലിതൊന്നുമില്ല. ഏത് സ്റ്റേഷനാണോ കണ്ടിട്ട് വായിക്കാൻ പോലും പറ്റിയില്ല. ബോർഡ് ചീറിപ്പാഞ്ഞാ പോണ ട്രെയിൻ. നമ്മളിപ്പോൾ തിരുവള്ളൂർ സ്റ്റേഷനാകാറായി. തിരുവള്ളൂർ കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൊടി അവിടെ പാറി പറക്കുന്നുണ്ട്. പിന്നെ 2 സ്റ്റേഷൻ കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈയിലെത്തും. തിരുവള്ളൂർ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നത്. ഒൻപത് 50 ആയപ്പോഴാണ് നമ്മൾ ആവടിയിലെത്തിയത്. 1 മിനിറ്റ് ഹാൾട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ വണ്ടി എടുത്തു. അപ്പുറത്തെ ട്രാക്കിൽ കൂടെ ഒരു ട്രെയിൻ ചീറിപ്പാഞ്ഞ് പോകുന്ന ശബ്ദമാണ് കേട്ടത്. ഇവിടെ കുറേ പേര് ഇറങ്ങിയല്ലോ. അത്രയ്ക്കും വലിയ പ്രധാനപ്പെട്ട സ്ഥലമാണോ അത്? ആവടി.
ഇത് കുറച്ചൊന്നും ആൾക്കാരല്ല കേട്ടോ. ട്രെയിനിലുണ്ടായിരുന്ന പകുതി പേര് ഇവിടെ ഇറങ്ങി. ഇവിടെ എന്തൊക്കെ പ്രത്യേകതയുള്ള സ്ഥലം. അത്രയ്ക്ക് മാത്രം ജനങ്ങൾ താമസിക്കുന്ന ഒരു എന്താ പറയുക, നഗരം പറയാൻ പറ്റില്ല, അല്ല ഒരു ടൗണാണോ അവിടെ കാട് പിടിച്ചോ ട്രെയിൻ കിടക്കുന്നു. വെള്ളിവാക്കം. അപ്പൊ ചെന്നൈ അടുത്ത്. പേരമ്പൂർ റെയിൽവേ സ്റ്റേഷനാണത്. സമയം 10:06. ഈ നെക്സ്റ്റ് സ്റ്റേഷനാണ് നമ്മുടെ ചെന്നൈ സെൻട്രൽ. ഓൺ ടൈം തന്നെ എത്തുമായിരിക്കും. ഇടയ്ക്ക് കുറച്ച് ലേറ്റൊക്കെ ആയിരുന്നു, ഒരു 10-15 മിനിറ്റൊക്കെ. എനിക്ക് തോന്നുന്നു ഡെസ്റ്റിനേഷനിൽ ഓൺ ടൈമിൽ തന്നെ എത്തുമായിരിക്കും. പേരമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയൊക്കെ നമുക്ക് ലോക്കൽ ട്രെയിനിലൊക്കെ വരാവുന്നതാണ്. എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതാണ് കേട്ടോ ചെന്നൈ അതുപോലെ മുംബൈയുടെയൊക്കെ ഒരു അഡ്വാൻറ്റേജ്. നമ്മുടെ കേരളത്തിൽ അതുപോലെയൊക്കെ വേണം. പിന്നെ ഒന്നുണ്ട്, നമ്മുടെ ചെന്നൈ പോലത്തെ നഗരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഏഴരക്തത്തില്ല നമ്മുടെ കൊച്ചി ഒന്നും. അത്ര വലിയ നഗരമാണല്ലോ ചെന്നൈ. അടയാർ ആനന്ദ ഭവൻ. നമുക്ക് ചെന്നൈ സെൻട്രലിൽ ഇറങ്ങിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. വിശന്നിട്ടും പാടില്ല. ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ. ടോട്ടല് നമ്മൾ 6 മണി കഴിഞ്ഞപ്പോൾ കയറിയല്ലേ. 10 4 മണിക്കൂർ എടുക്കില്ല ചെന്നൈയിലെത്താൻ തിരുപ്പതിയിൽ നിന്ന്. ഇന്ദുജീവൻ നവജീവൻ എക്സ്പ്രസ്. ചെന്നൈ സെൻട്രൽ ഹൈദരാബാദ് അല്ലേ, അല്ല അഹമ്മദാബാദ്. അതാണ് നവജീവൻ എക്സ്പ്രസ്. ട്രെയിൻ കെയർ സെൻറ്റർ, കോച്ചിൻ ഡിപ്പോ, ബേസിൻ ബ്രിഡ്ജ്. അംബേദ്കറിൻ്റെ ഒരു കട്ടൗട്ട് അവിടെ മരങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കണം. മരത്തിൻ്റെ ഇലകളൊക്കെ വെട്ടിയൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാൻ പാടില്ലേ. അങ്ങനെ നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. പുരട്சி தலைவர் ഡോക്ടർ MG രാമചന്ദ്രൻ. 10:24 ഇപ്പോൾ സമയം. അയ്യോ, ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണോ നിർത്തണം? ദൈവമേ, അവിടം വരെ നടക്കേണ്ട വരുമല്ലോ. ആർക്കും വേണ്ടാത്ത ഒരു ട്രാക്കിലാണ് നമ്മൾ ട്രെയിൻ കൊണ്ട് നിർത്തിയത്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാട്ടോ വന്നിറങ്ങിയത്. പ്ലാറ്റ്ഫോം അവിടെ ആ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. എവിടം വരെ പോകണം? ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാതെ. നമ്മൾ വന്ന ട്രെയിനിൻ്റെ ലോക്കോ ഇതാണ്, ഫുഡ് എക്സ്പ്രസ്. മോദിജി ചൂല് വെച്ച് അടിച്ചു നോക്കുന്നു, ക്ലീൻ ഇന്ത്യ.
സമയം ഇപ്പോൾ 10:35. നമ്മുടെ ട്രെയിൻ 3:20-നാണല്ലോ, അതുകൊണ്ട് പ്ലാറ്റ്ഫോം ഒന്നും ഇപ്പോൾ അസൈൻ ചെയ്തിട്ടില്ല. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. ലോഞ്ച് ആക്സസ്, എക്സിക്യൂട്ടീവ് ലോഞ്ച്, കോംപ്ലിമെൻ്ററി ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ആക്സസ് ഓപ്പൺ ടു ഓൾ. സോഫ എൻട്രിക്ക് 179 ഫോർ ദി ഫസ്റ്റ് അവർ. അഡീഷണൽ അവറിന് 99 വെച്ച്. എൻ്റെ ദൈവമേ, ഇതിന് നല്ലത് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുക്കുന്നതാണ്. കേട്ടോ, സ്ലീപ്പിംഗ് ബോട്ട് 3 hours ആണെങ്കിൽ 750. ഗീ ദോശ കഴിക്കാമെന്ന് കുറച്ച് വന്നതാണ്. ദോശയൊക്കെ ക്ലോസ് ചെയ്തു. ഞാൻ 2 വടയിൽ ഒതുക്കി. 2 വടയും ഒരു കോഫി ഒട്ടും കൊള്ളൂല. പൊടി കോഫി ഭയങ്കര എന്താ പറയുക, കയ്പ്പ്. പ്രീപെയ്ഡ് AC വെയിറ്റ് ഹാളാ. QR കോഡ് ഇല്ല എന്നുണ്ട്, പക്ഷേ ഭയങ്കര മടി അത് തരാൻ. 35 രൂപീസാണ് പെർ അവർ. പ്രീപെയ്ഡ് AC വെയിറ്റിംഗ് ഹാളൊക്കെ ഓക്കെയാണ്, റേറ്റും കുറവാണ്. പക്ഷെ ബാത്റൂം കുഴപ്പമില്ല, ക്ലീനൊക്കെയാണ്, പക്ഷെ നിറച്ചും വെള്ളമാണ്. അതിനെന്തെങ്കിലുമൊക്കെ പ്രതിവിധി ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. റിട്ടയറിങ് ആൻഡ് AC ഡോർമെറ്ററി ലേഡീസ്. ഇവിടെ റിട്ടയറിങ് റൂമുണ്ടോ? ചേട്ടാ, അവിടെ പോയി കിടന്നാൽ മതിയായിരുന്നു. ടൈം ഇപ്പോൾ 1:56. നമ്മുടെ ട്രെയിൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടി ഉള്ളൂ. KFCയുടെ ടേക്ക് അവേ കൗണ്ടറുണ്ട് ഇവിടെ. അവിടെ ഞാൻ 4 ചിക്കൻ ഹോട്ട് വിങ്സ് ഓർഡർ ചെയ്തു, പ്ലസ് 1 പെപ്സി. റൈസൊന്നും കഴിക്കാനുള്ളൊരു മൂഡിലല്ല. ഇന്ന് രാവിലെ കഴിച്ച കോഫി, അലമ്പ് കോഫി. കൊള്ളാവുന്ന കോഫി എവിടെ നിന്നെങ്കിലൊക്കെ മേടിച്ച് കഴിക്കണം. എന്തായാലും പുറത്തേക്ക് ഇറങ്ങണ്ട ഇനി. ഏകദേശം ടൈം ആയിട്ടുണ്ട്. സെൻട്രൽ മെട്രോ റൈറ്റ് സൈഡിലേക്ക്. അവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 5 ആണ്. നമ്മുടെ ട്രെയിൻ ഇതാ ഇവിടെ നിൽക്കുന്നു. ചെന്നൈ സെൻട്രൽ ടു ട്രിവാൻഡ്രം 12695 സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്.